സമതല ദർപ്പണം ഉണ്ടാക്കുന്ന പ്രതിബിംബങ്ങളുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? എന്തെന്ന് ചോദിച്ചാൽ 3 പ്രത്യേകതകളാണുള്ളത്. വസ്തുവിൻ്റെ അതേ വലിപ്പമുള്ള പ്രതിബിംബം, കണ്ണാടിയിൽ നിന്ന് വസ്തുവിലേക്കുള്ള അത്രയും അകലത്തിന് പിന്നിലായി പ്രതിബിംബങ്ങൾ ഉണ്ടാകുന്നു, സ്ക്രീനിൽ പിടിക്കാൻ പറ്റാത്ത പ്രതിബിംബം. അടുത്തത് ഗോളീയ ദർപ്പണങ്ങൾ എന്താണ്? പ്രതിപതന തലം ഏതെങ്കിലും ഗോളോപരിതലമായി വരുന്ന ദർപ്പണമാണ് ഗോളീയ ദർപ്പണങ്ങൾ. എന്താണ്? പ്രതിപതന തലം ഏതെങ്കിലും ഗോളോപരിതലമായി വരുന്ന ദർപ്പണങ്ങളാണ്. പ്രതിപതന തലം ഉത്തലം ആണെങ്കിൽ അത്തരം ദർപ്പണങ്ങൾ കോൺവെക്സ് ദർപ്പണങ്ങൾ എന്നറിയപ്പെടുന്നു. പ്രതിപതന തലം അവതലമാണെങ്കിൽ അത്തരം ദർപ്പണങ്ങൾ കോൺകേവ് ദർപ്പണങ്ങളെന്ന് പറയും. ഗോളീയ ദർപ്പണങ്ങളുടെ ഭാഗങ്ങൾ: 1. വക്രതാ കേന്ദ്രം. ദർപ്പണം ഭാഗമായ ഗോളത്തിൻ്റെ കേന്ദ്രമാണ് വക്രതാ കേന്ദ്രം. 2. പോള്. പ്രതിപതന തലത്തിൻ്റെ മധ്യബിന്ദു P എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു. വക്രതാ കേന്ദ്രം C എന്ന അക്ഷരം കൊണ്ടും പോൾ P എന്ന അക്ഷരം കൊണ്ടും സൂചിപ്പിക്കുന്നു. അടുത്തതാണ് മുഖ്യ അക്ഷം. പോളിലൂടെയും വക്രതാ കേന്ദ്രത്തിലൂടെയും കടന്നു പോകുന്ന നേർരേഖയാണ് മുഖ്യ അക്ഷം.